മജ്ജുമ നികായ 106 ആനഞ്ചസപ്പായ സൂത്ത്. ആനഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇളക്കമില്ലാത്തത്, പരമശാന്തമായിട്ടുള്ള അവസ്ഥ. ഇതിനെയാണ് ആനഞ്ച എന്ന് പറയുന്നത്. സപ്പായ എന്ന് പറയുന്നത് കുശലകരമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യകരമായിട്ടുള്ള അവസ്ഥ. അതായത് ധ്യാനിച്ചു കഴിഞ്ഞ് നമ്മൾ വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയിലെത്തും. അതിനെയാണ് ഇവിടെ ആനഞ്ചസപ്പായ എന്ന് പറയുന്നത്. അരൂപധ്യാനത്തിലെത്തുന്ന അവസ്ഥ, പരമശാന്തമായിട്ടുള്ള അവസ്ഥ. എല്ലാ ആസക്തികളും ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പരമമായിട്ടുള്ള വിമുക്തി കിട്ടുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ കുരു വംശത്തിൻ്റെ രാജ്യത്ത് വിഹരിക്കുകയായിരുന്നു. കുരുവംശത്തിൻ്റെ ഒരു നഗരമുണ്ടായിരുന്നു, കമ്മാസധമ്മ. ആ നഗരത്തിൽ ഭഗവാൻ വിഹരിക്കുകയായിരുന്നു. ഈ നഗരത്തിൽ വെച്ച് തന്നെയാണ് ഭഗവാൻ പ്രസിദ്ധമായിട്ടുള്ള മഹാസതിപട്ടാന സൂത്രം ഉപദേശിച്ചത്. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, ജി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ ഭഗവാന് പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ അനിത്യമാണ്, ശൂന്യമാണ്, തെറ്റാണ്, വഴിതെറ്റിക്കുന്നവയാണ്. ഭിക്ഷുക്കളെ, ഈ കാമം അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു മായയാണ്. മൂഢന്മാരാണ് അതിനെപ്പറ്റി വിലപിക്കുന്നത്. ഈ കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, കാമസംഖ്യ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, അതെല്ലാം മാരൻ്റെ അധീനത്തിലാണ്. ഇതെല്ലാം മാരൻ്റെ വിഷയമാണ്, മാരൻ്റെ ഭൂമിയാണ്. കാമസഞ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നമ്മളുടെ സംഖ്യ, ഈ ഇന്ദ്രിയ സുഖങ്ങൾ നല്ലതാണ് ചീത്തയാണ് എന്ന് പറയുന്നു. അതിനെയാണ് കാമസംഖ്യ എന്ന് പറയുന്നത്. മാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അർത്ഥം നമ്മൾക്ക് കൽപ്പിക്കാം. ഒന്ന്, ഒരു ദേവപുത്രനായിട്ടുള്ള ഒരു മാരൻ, അതായത് ശരിയായിട്ടുള്ള വഴിയിലൂടെ നടക്കുന്നവരെ വഴിതെറ്റിക്കാൻ ആയിട്ട് ജനിച്ച ഒരു വ്യക്തി. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഉള്ളിലെ വികാരങ്ങൾ, അതിനെ മാരൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ മാരൻ എന്ന് വിളിക്കാം. നമ്മുടെ വികാരങ്ങളെ നമ്മൾക്ക് വേണമെങ്കിൽ മാരൻ എന്ന് വിളിക്കാം. ആ കാമങ്ങൾ അകുശലങ്ങളാണ്, നല്ലതല്ല. അതുമൂലം നമ്മൾക്ക് അവിദ്യ, വ്യാപാദം, രാഗം, ദോഷം തുടങ്ങിയവ ഉണ്ടാകുന്നു. ഇവ ഒരു ആര്യശ്രാവകന് ഈ അഭ്യാസത്തിൽ ഒരു തടസ്സമായിട്ടാണ് പ്രവർത്തിക്കുക. അതിനാൽ ഭിക്ഷുക്കളെ, ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ആലോചിക്കുന്നു: കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, കാമസംഖ്യ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, അതെല്ലാം മാരൻ്റെ അധീനത്തിലാണ്, മാരൻ്റെ വിഷയമാണ്, മാരൻ്റെ ഭൂമിയാണ്. ഇതുമൂലം പാപങ്ങളായിട്ടുള്ള അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ വർദ്ധിക്കും. ഉദാഹരണമായിട്ട് അവിദ്യ, വ്യാപാദം, ദ്വേഷം തുടങ്ങിയവ. അതുമൂലം ഇവ ഒരു ആര്യശ്രാവകൻ്റെ പരിശീലനത്തിന് ഒരു തടസ്സമായിട്ടാണ് മാറുന്നത്. എന്തുകൊണ്ട് ഞാൻ വളരെ വിപുലമായിട്ടുള്ള മഹഗതമായിട്ടുള്ള ചിത്തത്താൽ വിഹരിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുന്നില്ല? എന്നിട്ട് ഈ ലോകത്തെ അധീനതയിലാക്കി എന്തുകൊണ്ട് മനസ്സിനെ ഞാൻ ശാന്തമാക്കുന്നില്ല? ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, മഹഗതം എന്ന് പറയുമ്പോൾ മൈത്രിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ മൈത്രി അഭ്യസിക്കുന്നില്ല? അത് അസീമമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ എനിക്ക് അസീമമാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ മഹഗതമായിട്ടുള്ള ചിത്തത്താൽ ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ അകുശലങ്ങളായിട്ടുള്ള യാതൊരുവിധ ധർമ്മവും ഉണ്ടാകുകയില്ല. ഉദാഹരണമായിട്ട് അവിദ്യ, ദൗർമനസം, അതേപോലെ തന്നെ ക്രോധം തുടങ്ങിയവയൊന്നും എനിക്ക് ഉണ്ടാകുന്നതല്ല. അവയെല്ലാം ഉപേക്ഷിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് സീമിതമായിരിക്കില്ല, അസീമിതമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് വളരെ നല്ല പോലെ ഭാവന ചെയ്ത മനസ്സായിരിക്കും, അതായത് ധ്യാനിച്ച മനസ്സായിരിക്കും. ഇപ്രകാരത്തിൽ അഭ്യസിച്ചുകൊണ്ട്, ഇപ്രകാരത്തിൽ ധ്യാനിച്ചുകൊണ്ട് ആ സാധകന് ഈ വിഷയത്തിൽ ആത്മവിശ്വാസം കൈവരുന്നു. ആത്മവിശ്വാസം കൈവരുന്ന സമയത്ത് ആ സാധകന് ആനഞ്ചം എന്ന് പറയുന്ന ആ അവസ്ഥ ഇപ്പോൾ തന്നെ ലഭിക്കുന്നു, അല്ലെങ്കിൽ പ്രജ്ഞയാൽ വിമുക്തി ലഭിക്കുന്നു. ഈ ആനഞ്ചം എന്ന് പറയുമ്പോൾ അരൂപ ധ്യാനത്തിലെ അവസ്ഥകളെയാണ് ഈ ആനഞ്ചം എന്ന് പറയുന്നത്. അതായത് പരമമായിട്ടുള്ള ശാന്തമായിട്ടുള്ള അവസ്ഥ, മനസ്സ് ഒട്ടും തന്നെ വിചലിതമാകാത്ത അവസ്ഥ, അവിടെ യാതൊരുവിധ നീവരണങ്ങളുമില്ല, വളരെ ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ് ഈ ആനഞ്ചം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച്
അരൂപധ്യാനത്തിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അവരുടെ ശരീരം അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് അവർ മരണശേഷം അവരുടെ വിജ്ഞാനം ഈ ആനഞ്ച ലോകത്ത് പോയിട്ട് പുനർജനിക്കുന്നു. അതായത് അരൂപ ലോകത്ത് ആ വ്യക്തി പുനർജനിക്കുന്നു എന്നർത്ഥം. ഭിക്ഷുക്കളെ, ഇതാണ് ആനഞ്ചം അല്ലെങ്കിൽ പരമശാന്തിയെ പ്രാപിക്കാനുള്ള ഒന്നാമത്തെ അഭ്യാസം. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു ഭിക്ഷു ഇങ്ങനെ ആലോചിക്കുന്നു. കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, കാമസംഖ്യ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, അതേപോലെ തന്നെ ഏതെല്ലാം രൂപങ്ങളുണ്ടോ എല്ലാ രൂപങ്ങളും 4 മഹാഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ 4 മഹാഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉപാദായ രൂപങ്ങളാണ്. അഭിധമ്മയിൽ നമ്മൾ എങ്ങനെയാണ് ഈ 4 മഹാഭൂതങ്ങളിൽ നിന്ന് ഉപാദായ രൂപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടിട്ടുണ്ട്. ഇപ്രകാരം അഭ്യസിക്കുമ്പോൾ, ഇപ്രകാരം ധ്യാനിക്കുന്ന സമയത്ത് ആ സാധകന് ആ ക്ഷേത്രത്തിൽ വളരെ ആത്മവിശ്വാസം ലഭിക്കുന്നു. ആത്മവിശ്വാസം മൂലം അവർക്ക് ആ ശാന്തമായിട്ടുള്ള അവസ്ഥ അവർ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ അവർ പ്രജ്ഞയാൽ വിമുക്തരാകുന്നു. അതായത് അവർ അരൂപധ്യാനത്തിൽ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അവർ വിമുക്തരായിട്ട് തീരുന്നു. അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, അതായത് മരണശേഷം, അവരുടെ വിജ്ഞാനം തീർച്ചയായിട്ടും ഈ ആനഞ്ചം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അരൂപ ബ്രഹ്മലോകത്തിലായിരിക്കും പോയി ജനിക്കുക. ഭിക്ഷുക്കളെ, ഇതാണ് രണ്ടാമത്തെ രീതിയിലുള്ള അഭ്യാസം. ഇതുമൂലം നമ്മൾക്ക് ആ പരമമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ആനഞ്ച അവസ്ഥ ലഭിക്കുന്നതാണ്. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു. കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, കാമസംഖ്യ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, രൂപവും ഉപാദായ രൂപവും ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മങ്ങളിലും, രൂപസംഖ്യ ഈ ജന്മത്തിലും വരാൻ പോകുന്ന സംഖ്യത്തിലും, അവയെല്ലാം അനിത്യമാണ്. അനിത്യമായിട്ടുള്ള കാര്യത്തിനെ ഒരിക്കലും നമ്മൾ ആസ്വദിക്കാൻ പാടില്ല, അതിനെ സ്വാഗതം ചെയ്യാൻ പാടില്ല, അതിനോട് നമ്മൾ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇപ്രകാരം അഭ്യസിച്ചുകൊണ്ട്, ഇപ്രകാരം ധ്യാനിച്ചുകൊണ്ട് അവരുടെ മനസ്സ് ഈ ക്ഷേത്രത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ആനഞ്ച എന്ന് പറയുന്ന ആ പരമമായിട്ടുള്ള ശാന്തി ഈ ജന്മത്തിൽ തന്നെ കൈവരുന്നു. അല്ലെങ്കിൽ പ്രജ്ഞയാൽ അവർ വിമുക്തരാകുന്നു. അവരുടെ ശരീരം അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ഈ ആനഞ്ച എന്ന് പറയുന്ന പരമമായിട്ടുള്ള ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ പോയിട്ട് പുനർജന്മിക്കുന്നു. അതായത് അരൂപ ബ്രഹ്മലോകത്തിൽ അവർ പോയി പുനർജനിക്കുന്നു എന്ന അർത്ഥം. ഭിക്ഷുക്കളെ, ഇതാണ് മൂന്നാമത്തെ തരത്തിലുള്ള അഭ്യാസം. ഇതുമൂലം ഒരു ഭിക്ഷുവിന് ആനഞ്ച അല്ലെങ്കിൽ പരമമായിട്ടുള്ള ശാന്തമായിട്ടുള്ള അവസ്ഥ ലഭിക്കുന്നു. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു. കാമം അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, കാമസംഖ്യ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, രൂപം ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, രൂപസഞ്ജ ഈ ജീവിതത്തിലും വരാൻ പോകുന്ന ജീവിതത്തിലും, ആനഞ്ചസഞ്ജ അതായത് പരമമായിട്ടുള്ള ശാന്തിയെക്കുറിച്ചുള്ള ആ സംഖ്യ, സബ്ബേ സംജ്ഞ എല്ലാ തരത്തിലുള്ള സംഖ്യകൾ, ഇതെല്ലാം ഒട്ടും അവശേഷിക്കാതെ എവിടെ ഇല്ലാതാകുന്നുവോ അതാണ് ശാന്തമായിട്ടുള്ള അവസ്ഥ, അതാണ് ഉത്തമമായിട്ടുള്ള അവസ്ഥ. ഉദാഹരണമായിട്ട് അകിഞ്ചന്യായതനം, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥ. അതായത് ഇവിടെ 7ാമത്തെ ധ്യാനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ എല്ലാ സംഖ്യകളെയും നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അകിഞ്ചൻ അതായത് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതായത് ഈ അവസ്ഥയിൽ മനസ്സിൽ യാതൊരുവിധ ചിന്തകളും ഉണ്ടാകാതെ ദീർഘകാലത്തേക്ക് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്രകാരം അഭ്യസിച്ചുകൊണ്ട്, ഇപ്രകാരം ധ്യാനിച്ചുകൊണ്ട് അവരുടെ മനസ്സ് ഈ ക്ഷേത്രത്തിൽ ആത്മവിശ്വാസം നേടുന്നു. ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അവർ ഈ സമയത്ത് തന്നെ അകിഞ്ചന്യായതനം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ പ്രജ്ഞയാൽ അവർ വിമുക്തരായിട്ട് തീരുന്നു. മരണശേഷം അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ വിജ്ഞാനം അകിഞ്ചന്യായതനം എന്ന് പറയുന്ന ലോകത്ത് പോയിട്ട് പുനർജനിക്കുന്നു. ഇതാണ് അകിഞ്ചന്യായതനം എന്ന് പറയുന്ന അരൂപ ബ്രഹ്മലോകത്ത് പോയിട്ട് ജനിക്കാനുള്ള ആദ്യത്തെ അഭ്യാസം. വീണ്ടും ഒരു ആര്യ ശ്രാവകൻ അരണ്യത്തിൽ പോയതിനു ശേഷം അല്ലെങ്കിൽ വൃക്ഷമൂലത്തിൽ അല്ലെങ്കിൽ ശൂന്യാകാരത്തിൽ പോയിരുന്നതിന് ശേഷം ഇപ്രകാരം ആലോചിക്കുന്നു.
ഇവിടെ ഞാൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, അത് ശൂന്യമാണ്. എനിക്ക് എന്ന് പറയുന്ന ഒന്നും ഇല്ല, അതും ശൂന്യമാണ്. അതായത് ഞാൻ ശൂന്യമാണ്, എൻ്റെ എന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല, എല്ലാം ശൂന്യമാണ് എന്ന് പറഞ്ഞ് ആ ഭിക്ഷു അഭ്യസിക്കുന്നു. എന്നിട്ട് അതിൽ ധ്യാനിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷുവിന് ഈ ക്ഷേത്രത്തിൽ ആത്മവിശ്വാസം കൈവരുന്നു. ആത്മവിശ്വാസം കൈവരുന്ന സമയത്ത് ആ ഭിക്ഷു ഈ സമയത്ത് തന്നെ അകിഞ്ചന്യായതനം എന്ന് പറയുന്ന അവസ്ഥ നേടുന്നു, അല്ലെങ്കിൽ പ്രജ്ഞയാൽ വിമുക്തനാകുന്നു. മരണശേഷം അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ വിജ്ഞാനം അകിഞ്ചന്യായതനം എന്ന് പറയുന്ന ബ്രഹ്മലോകത്ത് പോയിട്ട് പുനർജനിക്കുന്നു. ഭിക്ഷുക്കളെ, ഇതാണ് അകിഞ്ചന്യായതനം എന്ന് പറയുന്ന കുശലധർമ്മത്തിൽ പോയി എത്തിച്ചേരാനുള്ള രണ്ടാമത്തെ മാർഗം. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ ആരുടെയും അല്ല, ഒരിടത്തും ഞാനില്ല, ഒന്നും എൻ്റേതല്ല, ഒരിടവും എൻ്റേതല്ല. ഇപ്രകാരം അഭ്യസിച്ചുകൊണ്ട്, ഇപ്രകാരം ധ്യാനിച്ചുകൊണ്ട് ആ ഭിക്ഷു ഈ ക്ഷേത്രത്തിൽ ആത്മവിശ്വാസം നേടുന്നു. ആത്മവിശ്വാസത്തിനാൽ അവർ ഈ സമയത്ത് തന്നെ അകിഞ്ചന്യായതനം എന്ന് പറയുന്ന അവസ്ഥ നേടുന്നു, അല്ലെങ്കിൽ പ്രജ്ഞയാൽ അവർ വിമുക്തരാകുന്നു. മരണശേഷം അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് അകിഞ്ചന്യായതനം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവർ പുനർജനിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ തരത്തിലുള്ള അഭ്യാസം. ഇതുമൂലം നമ്മൾക്ക് അകിഞ്ചന്യായതനം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ജനിക്കാൻ സാധിക്കും. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുന്നു: കാമങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മങ്ങളിലും, കാമസഞ്ജ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മങ്ങളിലും, രൂപം ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, രൂപസഞ്ജ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, ആനഞ്ചസഞ്ജ, ആകിഞ്ചന്യായതന സംജ്ഞ, എല്ലാ തരത്തിലുമുള്ള സംജ്ഞ, എവിടെ അവ എല്ലാം തന്നെ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നുവോ അതാണ് ഏറ്റവും ശാന്തമായിട്ടുള്ള അവസ്ഥ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥ. ആ അവസ്ഥയുടെ പേരാണ് നേവസഞ്ജ നാസഞ്ജായതനം. അതായത് എട്ടാമത്തെ ധ്യാനം, എട്ടാമത്തെ അരൂപ ധ്യാനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അവിടെ എല്ലാ സംഖ്യകളും അവിടെ ഇല്ലാതാകുന്നു. സംഖ്യയുണ്ടോ സംഖ്യ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്രകാരം അഭ്യസിച്ചുകൊണ്ട്, ഇപ്രകാരം ധ്യാനിച്ചുകൊണ്ട് അവരുടെ മനസ്സ് ആ ക്ഷേത്രത്തിൽ ആത്മവിശ്വാസം നേടുന്നു. ആത്മവിശ്വാസത്തിനാൽ അവർ ഈ ജന്മത്ത് തന്നെ നേവസഞ്ജ നാസഞ്ജായതനം എന്ന് പറയുന്ന അവസ്ഥ നേടുന്നു, അല്ലെങ്കിൽ പ്രജ്ഞയാൽ അവരുടെ മനസ്സ് വിമുക്തമാകുന്നു. പലരും പറയാറുണ്ട് അരൂപധ്യാനത്തിൽ ഒരിക്കലും വിമുക്തി ലഭിക്കില്ല എന്ന്. എന്നാൽ ഈ സൂത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അരൂപധ്യാനത്തിലും നമ്മൾക്ക് മുക്തി ലഭിക്കുന്നതാണ്. മരണശേഷം അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത് നേവസഞ്ജ നാസഞ്ജായതനം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് പുനർജനിക്കുന്നു. ഇതാണ് നേവസഞ്ജ നാസഞ്ജായതന ക്ഷേത്രം ലഭിക്കാനായിട്ട് ഉള്ള അഭ്യാസം. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഒരു ഭിക്ഷു ഇപ്രകാരം അഭ്യസിക്കുകയാണ് എന്ന് കരുതുക. ഇത് അല്ല, ഇത് എൻ്റേതല്ല, ഇത് ആകില്ല, ഇത് എൻ്റേതാകില്ല. ഈ ഉള്ളതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഇനി വരാൻ പോകുന്നതിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഇപ്രകാരം അഭ്യസിച്ചുകൊണ്ട് അവർക്ക് ഉപേക്ഷ അല്ലെങ്കിൽ സമത അവർക്ക് ലഭിക്കുന്നു. ബന്ദേ, ഈ ഭിക്ഷു പരിനിർവാണം നേടുമോ? അതായത് പരിപൂർണമായിട്ട് ഉള്ള മുക്തി ഈ ഭിക്ഷുവിന് ലഭിക്കുമോ? ആനന്ദ, ഒരു പക്ഷേ ഒരു ഭിക്ഷു ഇപ്രകാരത്തിൽ മുക്തനാകാം, പക്ഷേ മറ്റൊരു ഭിക്ഷു ഈ രീതിയിൽ മുക്തനാകില്ല. ബന്ദേ, അതിൻ്റെ കാരണം എന്താണ്? എന്താണ് അതിൻ്റെ വിശദീകരണം? ആനന്ദ, ഒരു ഭിക്ഷു ഈ പ്രകാരം അഭ്യസിക്കുകയാണ് എന്ന് കരുതുക. ഇത് എൻ്റെയല്ല, ഇത് അല്ല, ഇത് എൻ്റേതാകില്ല, ഇത് ആകില്ല. ഈ ഉള്ളതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വരാൻ പോകുന്നതിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഇപ്രകാരം അവർക്ക് ഉപേക്ഷ അല്ലെങ്കിൽ സമത അവർക്ക് ലഭിക്കുന്നു. എന്നാൽ അവർ ആ സമതയെ അഭിനന്ദിക്കുന്നു, അതിനോട് ഒട്ടിപ്പിടിക്കുന്നു, ആ സമതയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ആ സമതയെ അവർ അഭിനന്ദിക്കുന്ന സമയത്ത്, സ്വാഗതം ചെയ്യുന്ന സമയത്ത്, അതിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് അവരുടെ വിജ്ഞാനം എന്ന് പറയുന്നത് അതിനെ പിടിക്കുന്നു. അതായത് ഉപാദാനം അവിടെ ഉണ്ടാകുന്നു. ആനന്ദ, ഏതൊരു ഭിക്ഷുവിന് ഉപാദാനം ഉണ്ടാകുന്നുവോ,
അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ ഉണ്ടാകുന്നുവോ ആ ഭിക്ഷു പരിനിർവാണം നേടുന്നില്ല. ബന്ദേ, പക്ഷേ എന്താണ് ആ ഭിക്ഷു അവിടെ ഉപാദാനമായിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കലായിട്ട് കാണുന്നത്? ആനന്ദ നേവസഞ്ജ നാസന്യായതനം, അതായത് സംഖ്യയുണ്ടോ സംഖ്യ ഇല്ലയോ എന്ന് പറയാൻ പറ്റാത്ത ആ അവസ്ഥയോട് അവർ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതായത് അത് എൻ്റെയാണ് എന്ന് അവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആനന്ദൻ പറഞ്ഞു, ബന്ദേ, ആ ഭിക്ഷു ഉപാദാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപാദാനത്തെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആനന്ദ, ആ ഭിക്ഷു ഉപാദാനത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപാദാനത്തെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപാദാനം എന്ന് പറയുന്നത് നേവസഞ്ജ നാസന്യായതനം ആണ്. അതായത് 8ാമത്തെ ധ്യാനം, അതിൽ ആസക്തി ഉണ്ടെങ്കിൽ കൂടി അത് നല്ല ആസക്തിയാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആസക്തിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ആസക്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കില്ല. ആ ജന്മത്ത് പോയിട്ടായിരിക്കും നമ്മൾ പുനർജനിക്കുക. ആനന്ദ, ഒരു ഭിക്ഷു ഈ പ്രകാരത്തിൽ അഭ്യസിക്കുകയാണ് എന്ന് കരുതുക. ഇത് എൻ്റേതല്ല, ഇത് അല്ല, ഇത് എൻ്റേതാകില്ല, ഇത് ആകില്ല. ഈ ഉള്ളതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വരാൻ പോകുന്നതിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഇപ്രകാരം അവർ സമത അല്ലെങ്കിൽ ഉപേക്ഷ അവർ ലഭിക്കുന്നു. എന്നാൽ അവർ ആ ഉപേക്ഷയെ അല്ലെങ്കിൽ സമതയെ അവർ അഭിനന്ദിക്കുന്നില്ല, അതിനെ സ്വാഗതം ചെയ്യുന്നില്ല, അതിനോട് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അവരുടെ വിജ്ഞാനം ആ സമതയെ അഭിനന്ദിക്കുന്നില്ല, അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, അതിൽ ഉപാദാനം പുലർത്തുന്നില്ല. ആനന്ദ, ഒരു ഭിക്ഷുവിന് ഉപാദാനം ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭിക്ഷു പരിനിർവാണം നേടിയിരിക്കുകയാണ്. ആശ്ചര്യം ബന്ദേ, അത്ഭുതം ബന്ദേ. ഭഗവാൻ നമ്മൾക്ക് ഒന്നിനെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിച്ചിട്ട് ഈ സംസാരസാഗരം എങ്ങനെ കടക്കാം എന്ന് പഠിപ്പിച്ചു തന്നു. ബന്ദേ, ഈ ആര്യവിമുക്തി എന്ന് പറയുന്ന കാര്യം എന്താണ്? ആനന്ദ, ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കാമം അല്ലെങ്കിൽ ഇന്ദ്രിയസുഖങ്ങൾ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മങ്ങളിലും, കാമസംഖ്യ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, രൂപം ഉപാദായ രൂപം ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, രൂപസഞ്ജ ഈ ജന്മത്തിലും വരാൻ പോകുന്ന ജന്മത്തിലും, ആനഞ്ചസഞ്ജ അകിഞ്ചന്യായതന സംജ്ഞ, നേവസഞ്ജ നാസന്യായതന സംഖ്യ, ഇതെല്ലാം സക്കായ അല്ലെങ്കിൽ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത് അമൃതമാണ്, അതായത് അനുപാദ, അതായത് ഒന്നിനെയും പിടിക്കാതിരിക്കുന്നത്, അത് അമൃതമാണ്. ഒന്നിനോടും ഒട്ടിപ്പിടിക്കാതെ ഉപാദാനമില്ലാത്ത മനസ്സ്, അതാണ് വിമുക്തമായിട്ടുള്ള മനസ്സ്. അതിനാൽ ആനന്ദ, ഞാൻ ആനഞ്ച സപ്പയ, അതായത് പരം ശാന്തിക്കുള്ള അഭ്യാസം ഞാൻ പഠിപ്പിച്ചു. അകിഞ്ചന്യായതനത്തിൽ എത്താനുള്ള വഴി ഞാൻ പഠിപ്പിച്ചു. നേവസഞ്ജ നാസന്യായതനത്തിൽ എത്താനുള്ള വഴി ഞാൻ പഠിപ്പിച്ചു. ഒന്നിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിച്ച് എങ്ങനെ ഈ സംസാരസാഗരം കടക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റിയും ഞാൻ പഠിപ്പിച്ചു. ആര്യവിമുക്തി എപ്രകാരം ആണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയും ഞാൻ പഠിപ്പിച്ചു. ആനന്ദ, അനുകമ്പയാൽ ഒരു അധ്യാപകൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ത് പഠിപ്പിക്കണമോ അത് ഞാൻ പഠിപ്പിച്ചു. ആനന്ദ, ഇവിടെ വൃക്ഷങ്ങളുടെ മൂലങ്ങളുണ്ട്, ഇവിടെ ശൂന്യാകാരങ്ങളുണ്ട്. ജായതാനന്ദ, ആനന്ദ ധ്യാനം ചെയ്യൂ. മാ പമാദട്ട, പ്രമാദത്തിൽ ഇരിക്കരുത്, അല്ലെങ്കിൽ ആലസ്യത്തിൽ ഇരിക്കരുത്, അല്ലെങ്കിൽ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരും. അയം വോ അംഹാകം അനുശാസന ഇതി, ഇതാണ് എൻ്റെ അനുശാസന അല്ലെങ്കിൽ ഇതാണ് എൻ്റെ നിർദ്ദേശം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. ആയുഷ്മാൻ ആനന്ദൻ വളരെ തൃപ്തനായി, ഭഗവാൻ പറഞ്ഞതിൽ വളരെ സന്തുഷ്ടനായി. ആനഞ്ച സപ്പായ സുത്തം നിഠിതം, ഈ സുത്തത്തിൽ പരമശാന്തിക്കുള്ള അവസ്ഥ എങ്ങനെ നേടണം എന്നതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അതായത് അരൂപധ്യാനം എങ്ങനെ നേടാം എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അരൂപധ്യാനത്തിൽ നമ്മൾക്ക് പ്രജ്ഞയാൽ വിമുക്തി ലഭിക്കും എന്നുള്ള കാര്യവും ഈ സൂത്രത്തിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും പറയുകയാണ് അരൂപധ്യാനത്തിൽ നമ്മൾക്ക് വിമുക്തി ലഭിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം അവർക്ക് ഫോർവേഡ് ചെയ്യുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമ്മൾക്ക് അല്പം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം.
ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.